ഇംഗ്ലണ്ടിലെ നഗരമധ്യത്തിലൂടെ ഒരു കുതിരവണ്ടി പാഞ്ഞു പോകുകയാണ്. അതിൽ കുറച്ച് പോലീസുകാർ. ഒരു മനുഷ്യൻ ചാടിയും മറിഞ്ഞും തിരിഞ്ഞും ഒരു ബിൽഡിങ്ങിലെത്തും. ഇവനാണ് ഈ കഥയിലെ നായകൻ ഷെർലക് ഹോംസ്. ആ ബിൽഡിങ്ങിൽ ഒരു മനുഷ്യൻ റാന്തലുമായി സ്റ്റെപ്പ് കയറി വരികയാണ്. അയാളെ ഇടിച്ചൊതുക്കി സൈഡിൽ വെച്ചിട്ട് ആ റാന്തലുമായി ഷെർലക് ഹോംസ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകും. ആ ബിൽഡിങ്ങിന്റെ താഴ്വശത്ത് ഒരു പെൺകുട്ടിയെ കിടത്തി സാത്താൻ സേവ നടത്തുന്നു. അവളുടെ 4 ചുറ്റും തീ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ദേഹമാസകലമുള്ള വസ്ത്രം ധരിച്ച് തലയിലൂടെ ഹുഡിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നു. ഇതെല്ലാം തൊട്ടു മുകളിലത്തെ നിലയിൽ നിന്ന് ഷെർലക്ക് കാണുന്നുണ്ട്. പെട്ടെന്ന് അയാളുടെ തൊട്ടു പിന്നിൽ സാത്താൻ സേവ നടത്തുന്ന ആളുടെ ഒരു സിമ്പന്തി എത്തി ആക്രമിക്കാൻ ശ്രമിക്കും. പക്ഷേ മറ്റൊരാൾ വന്ന് ആ സിമ്പന്തിയെ ഇടിച്ചൊതുക്കും. ഈ വന്നയാളാണ് ഷെർലക് ഹോംസിന്റെ സുഹൃത്ത് ഡോക്ടർ വാട്സൺ. ഷെർലക്ക് ചോദിച്ചു, പോലീസ് ഇതുവരെ വന്നില്ലല്ലോ? ഡോക്ടർ പറഞ്ഞു, ഉടൻ വരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം താഴത്തെ ചടങ്ങിലേക്ക് ഒരു മനുഷ്യൻ ദേഹമാസകലം കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് കടന്നുവരും. ഷെർലക്കും ഡോക്ടറും താഴെ എത്തി സാത്താൻ സേവകരുടെ സിമ്പന്തികളെ ഇടിച്ച് ഏറിലാക്കും. ഇത് കണ്ട ഉടൻ തന്നെ അവസാനം കയറി വന്ന ഫുൾ ബ്ലാക്ക് ഡ്രസ് ഇട്ട വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെടും. പെട്ടെന്ന് ആ പെൺകുട്ടി ഒരു കത്തിയെടുത്ത് സ്വയം കുത്താൻ ശ്രമിക്കും. ഇത് കണ്ട ഷെർലക് ഓടിവന്ന് ആ പെൺകുട്ടിയെ തടയും. ഡോക്ടർ തോക്കുമായി ഓടി വന്ന് ഹുഡിട്ട് മന്ത്രം ചൊല്ലുന്ന വ്യക്തിയെ ആക്രമിക്കാൻ ശ്രമിക്കും. പക്ഷെ ഷെർലക് ഡോക്ടറെ തടയും. ഹുഡിയിട്ടിരുന്ന വ്യക്തി 2 കൈയും ചേർത്ത് പിടിച്ചിരുന്നു എങ്കിലും വളരെ കനം കുറഞ്ഞ നീളം കൂടിയ ഒരു കുഞ്ഞ് ഗ്ലാസ് റോഡ് അയാൾ വെച്ചിരുന്നു. ഷെർലക് ഡോക്ടറെ പിടിച്ചില്ലായിരുന്നു എങ്കിൽ ആ ഗ്ലാസ് റോഡ് ഡോക്ടറുടെ കണ്ണിൽ തുളഞ്ഞു കയറുമായിരുന്നു. ഷെർലക് കയ്യിലിരുന്ന വടി കൊണ്ട് ആ ഗ്ലാസ് റോഡ് തട്ടിപ്പൊട്ടിക്കും. എന്നിട്ട് ആ മന്ത്രം ചൊല്ലിയ ആളുടെ ഹുഡി മാറ്റും. ഇയാളുടെ പേരാണ് ലോർഡ് ബ്ലാക്ക്വുഡ്. ബ്ലാക്ക്വുഡ് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തും. ഡോക്ടർ വാട്സൺ ആ പെൺകുട്ടിയെ പരിശോധിച്ചിട്ട് പോലീസുകാരോട് പറഞ്ഞു, ഈ പെൺകുട്ടിയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. പോലീസുകാർ ബ്ലാക്ക്വുഡിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇൻസ്പെക്ടർ ഷെർലക്കിനോട് പറഞ്ഞു, ഞങ്ങൾ വരുന്നതുവരെ കാത്തു നിൽക്കാമായിരുന്നു. ഷെർലക് പറഞ്ഞു, നിങ്ങൾ വരുന്നതുവരെ കാത്തു നിന്നിരുന്നുവെങ്കിൽ കഴിഞ്ഞ 5 പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഈ കുട്ടിയുടെയും ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവിടെയാണ് ഷെർലക്ക് താമസിക്കുന്നത്. ഡോക്ടർ വാട്സൺ ഡോർ തുറന്ന് അകത്ത് കയറി. ഷെർലക്ക് പറഞ്ഞു, ഞാൻ വെടിയൊച്ച ഇല്ലാതെയാക്കാനുള്ള ഡിവൈസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, നീ കുറച്ച് ദിവസങ്ങളായി ഈ മുറിയിൽ തന്നെയാണ്. ഇവിടെ നിന്നും പുറത്തിറങ്ങിയേ പറ്റൂ. ഷെർലക്ക് പറഞ്ഞു, എനിക്ക് താല്പര്യമുള്ളതൊന്നും പുറത്തില്ല. ഇത് കേട്ട ഡോക്ടർ പറഞ്ഞു, നീ ഒരു പുതിയ കേസെടുത്താൽ തീരുന്ന പ്രശ്നമേ ഇപ്പോ ഉള്ളൂ. കേസ് ഓണായാൽ അത് കണ്ടുപിടിക്കാനായി നീ ആ കേസിന്റെ പിന്നാലെ പൊക്കോളൂ. ഷെർലക് ഹോംസ് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു, ബ്ലാക്ക്വുഡിനെ നാളെ തൂക്കിലേറ്റുമല്ലേ? ഡോക്ടർ പറഞ്ഞു, അതെ, എനിക്കാണ് ഇൻചാർജ്. തൂക്കിലേറ്റുന്ന സമയത്തും അത് കഴിഞ്ഞ് അവന്റെ ബോഡി പരിശോധിക്കുന്നതിന്റെ. ഡോക്ടർ തുടർന്നു, ഇന്ന് വൈകിട്ട് ഡിന്നറിന് പുറത്തു പോകണം. എന്റെ ഒപ്പം മേരി വരുന്നുണ്ട്. മേരി ഡോക്ടറുടെ കാമുകിയാണ്. അന്ന് വൈകിട്ടത്തെ വിരുന്നിന് ഷെർലക് ഹോംസ് നേരത്തെ തന്നെ എത്തും. അവിടെ മാകെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കവേ ഡോക്ടർ അങ്ങോട്ടേക്ക് വരും. അദ്ദേഹം കൂടെയുള്ള സുഹൃത്തിനെ പരിചയപ്പെടുത്തി, ഇതാണ് മേരി മോസ്റ്റൺ. മേരി പറഞ്ഞു, ഡോക്ടർ എന്നോട് നിങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ചെറിയ കാര്യങ്ങൾ വെച്ച് വലിയ കാര്യങ്ങൾ ഊഹിച്ചു പറയുന്നു. താങ്കളുടെ ആ കഴിവ് അപാരം തന്നെയാണ്. ഷെർലക് പറഞ്ഞു, അത് ശരിക്കും അങ്ങനെയല്ല. പ്രാധാന്യമുള്ള ചെറിയ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ വിശദമായി പറയുന്നത്. മേരി ചോദിച്ചു, നിങ്ങൾക്ക് എന്നെപ്പറ്റി പറയാൻ പറ്റുമോ? ഷെർലക് മേരിയെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ട്യൂഷൻ ടീച്ചറാണ്. ഇന്ന് നിങ്ങളുടെ സ്റ്റുഡന്റ് നിങ്ങളുടെ നേർക്ക് മഷി തെറിപ്പിച്ചു. നിങ്ങളുടെ ചെവിയിൽ 2 തുള്ളി മഷി ഇരിപ്പുണ്ട്. നിങ്ങളുടെ മനസമ്മതം കഴിഞ്ഞതാണ്. പക്ഷേ മോതിരം ഇപ്പോൾ കയ്യിലില്ല. ഇപ്പോൾ അയാളുമായി പിരിഞ്ഞ് വാട്സനുമായി പ്രണയത്തിലാണ്. മേരി കയ്യിലെ വൈൻ ഷെർലക്കിന്റെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹവുമായി പിരിഞ്ഞതല്ല, അദ്ദേഹം മരിച്ചുപോയതാണ്. എന്നിട്ട് മേരി അവിടെ നിറങ്ങിപ്പോകും. കൂടെ വാട്സൺ. അതേസമയം ലോർഡ് ബ്ലാക്ക്വുഡിനെ അടച്ചിട്ടിരുന്ന ജയിലിൽ മറ്റ് തടവുകാർ വലിയ ബഹളത്തിലാണ്. അവരെല്ലാവരും ബ്ലാക്ക്വുഡിനെ പേടിച്ചിട്ടാണോ അതോ വേറെന്തെങ്കിലും കൊണ്ടാണോ എന്നറിയില്ല. ബ്ലാക്ക്വുഡിന്റെ അടുത്തേക്ക് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഇത് നിന്റെ പണിയാണോ ബ്ലാക്ക്വുഡ്? ബ്ലാക്ക്വുഡ് ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഷെർലക്കിനെ കാണണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഷെർലക് ഹോംസ് ബ്ലാക്ക്വുഡിനെ കാണാനായിട്ട് ജയിലിലെത്തും. ഷെർലക് നോക്കിയപ്പോൾ ബ്ലാക്ക്വുഡിനെ ഇട്ടിരിക്കുന്ന ജയിലിൽ അയാൾ എന്തൊക്കെയോ ചുവരിൽ വരച്ചു വെച്ചിരിക്കുന്നു. ബ്ലാക്ക്വുഡ് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെർലക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക്വുഡ് പറഞ്ഞു, എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് നന്ദി. ഷെർലക് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടും. എന്തിനു വേണ്ടിയാണ് നീ ആ 5 പെൺകുട്ടികളെ കൊന്നത്? ബ്ലാക്ക്വുഡ് പറഞ്ഞു, അത് കൊലയല്ല, എന്റെ ശക്തിയിലേക്കുള്ള വഴിയാണ്. ആ 5 പേരും ബലിയാണ്. നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇനി 3 പേർ കൂടി മരിക്കും. അത് തടയാൻ നിനക്ക് പറ്റുമോ എന്ന് നോക്ക്. ഇതെല്ലാം കേട്ട് നിന്നിട്ട് ഷെർലക് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങും. അടുത്ത ദിവസം തന്നെ 5 പെൺകുട്ടികളെ കൊന്നതിനും ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതിനും ബ്ലാക്ക്വുഡിനെ തൂക്കിലേറ്റും. ഡോക്ടർ വാട്സൺ പൾസ് ഉണ്ടോ എന്ന് നോക്കി ബ്ലാക്ക്വുഡിന്റെ മരണം ഉറപ്പിക്കും. അടുത്ത ദിവസം ഷെർലക്കിന്റെ റൂമിൽ. ഇതാണ് ഐറിൻ, ഈ കഥയിലെ നായിക. ഇവൾ വലിയ ബുദ്ധിമതിയാണ്. ഷെർലക്കിനൊപ്പം, അല്ലെങ്കിൽ ഷെർലക്കിനെക്കാളും. ഐറിൻ പറഞ്ഞു, ഷെർലക്, ഞാൻ ഇപ്പോൾ വന്നത് ഒരാളെ നീ കണ്ടുപിടിച്ച് തരണം. ഒരു എൻവലപ്പ് അവൾ വെച്ചിട്ട് തുടർന്നു, നീ കണ്ടുപിടിക്കേണ്ട ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഷെർലക്
അയറിനോട് ചോദിച്ചു, നീ ഇപ്പോ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? അതിന് മറുപടി പറയാതെ ഒരു ചിരി മാത്രം കൊടുത്ത് അവൾ അവിടെ നിന്ന് പോകും. അയറിൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡോക്ടർ വാട്സൺ ഉള്ളിലേക്ക് വന്നു. അയറിനെ കാത്ത് കുറച്ച് അകലെയായി ഒരു കുതിരവണ്ടി നിൽപ്പുണ്ട്. അവൾ അതിൽ കയറും. ആ കുതിരവണ്ടിയിൽ ഫുള്ള് ബ്ലാക്ക് ഡ്രസ്സിട്ട് മുഖം മറച്ചൊരു മനുഷ്യൻ. ബ്ലാക്ക്വുഡിനെ പിടിച്ച സ്ഥലത്തും ഇതുപോലെ ഫുൾ ബ്ലാക്കിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ തന്നെയാണോ ഇത് എന്ന് അറിയില്ല. അയറിൻ അയാളോട് പറഞ്ഞു, ലൂക്ക് റിയോഡറിനെ ഷെർലക് ഉടൻ തന്നെ കണ്ടുപിടിച്ചു തരും. ആ ബ്ലാക്ക് ഡ്രസ്സിട്ട മനുഷ്യൻ പറഞ്ഞു, ബ്ലാക്ക്വുഡ് ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും ലൂക്കിനറിയാം. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം. നോക്കിയപ്പോൾ ഒരു വഴിയാത്രക്കാരൻ കുതിരവണ്ടിയിൽ തട്ടി വീണു. എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് ആ വഴിയാത്രക്കാരൻ കുതിരവണ്ടിക്കകത്തേക്ക് കൈനീട്ടി. പക്ഷേ ആ കറുത്ത ഡ്രസ്സിട്ട മനുഷ്യൻ തോക്ക് കാണിച്ച് അയാളെ വിരട്ടി ഓടിക്കും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ കുതിരവണ്ടി അവിടെ നിന്ന് പോകും. തിരിച്ച് ഷെർലക്കിന്റെ റൂമിൽ ഷെർലക് മുഖം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വാട്സൺ അയറിൻ കൊടുത്തിട്ട് പോയ കവർ ഓപ്പൺ ചെയ്ത് വായിച്ചിട്ട് പറഞ്ഞു, ലൂക്ക് റിയോഡർ, 4 അടി 10 ഇഞ്ച്, ചുവന്ന മുടി, മുന്നിലെ പല്ലില്ല, ഈ വ്യക്തിയെ കാണുന്നില്ല. ലൂക്കിനെ കണ്ടുപിടിച്ച് തരണമെന്ന് പറയാനാണ് അവൾ വന്നത്. അവൾക്ക് ഈ വർക്ക് കൊടുത്ത വ്യക്തി ആരായിരിക്കും? ഷെർലക് പറഞ്ഞു, അവൾ ഇവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ നിന്റെ കയ്യിൽ നിന്നും കോട്ടും പിടിച്ചു വാങ്ങി ജനൽ വഴി അവളുടെ പിന്നാലെ ഞാൻ പോയത് അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. നേരത്തെ കുതിരവണ്ടിയിൽ ചെന്നിടിച്ച വഴിയാത്രക്കാരൻ ഷെർലക് ഹോംസ് ആയിരുന്നു. ഷെർലക് തുടർന്നു, അകത്തിരുന്ന വ്യക്തിയെ കാണാൻ പറ്റിയില്ല. ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കിതച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ബ്ലാക്ക്വുഡ് മരിച്ചിട്ടില്ല. അയാൾ കുഴിമാടത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് സെമിത്തേരിയിലെ ഒരു ജോലിക്കാരൻ കണ്ടു. വാട്സണും ഷെർലക്കും ആ പോലീസുകാരനൊപ്പം ബ്ലാക്ക്വുഡിനെ അടക്കിയ സെമിത്തേരിയിലേക്ക് ചെല്ലും. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാധാരണ സ്ലാബിനും 3 ടൺ ഭാരം വരും. ബ്ലാക്ക്വുഡ് എങ്ങനെയാണ് ഇത് പൊട്ടിച്ച് പുറത്തു പോയതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അയാൾ തുടർന്നു, കല്ലറയ്ക്കകത്ത് ശവപ്പെട്ടിയുണ്ട്, ഉടൻ തന്നെ അത് പുറത്തെത്തിക്കും. അതേസമയം വാട്സൺ ബ്ലാക്ക്വുഡ് കല്ലറ പൊളിച്ചു പുറത്തു പോകുന്നത് കണ്ട ജോലിക്കാരൻ കാണും. ഷെർലക് പൊട്ടിക്കിടക്കുന്ന കല്ലറയുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കും. ഒരു ചെറിയ പീസ് എടുത്ത് നാവിൽ വെച്ച് രുചിച്ചു വരെ നോക്കും. അപ്പോഴേക്കും ബ്ലാക്ക്വുഡിന്റെ ശവപ്പെട്ടിയുമായി പോലീസുകാർ പുറത്തെത്തും. ഡോക്ടറും ഇൻസ്പെക്ടറും പെട്ടി തുറക്കും. അവിടെ നിന്ന് എല്ലാവരും ഞെട്ടി. പെട്ടിക്കകത്ത് ഒരു ബോഡിയുണ്ട്. പക്ഷെ അത് ബ്ലാക്ക്വുഡിന്റെ അല്ല. വാട്സൺ ബോഡി പരിശോധിച്ചിട്ട് പറഞ്ഞു, മരണം നടന്നിട്ട് 10-12 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഷെർലക് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്നും ഒരു പേന വാങ്ങി ആ ബോഡിയുടെ വായ തുറന്നു നോക്കും. മുന്നിലെ പല്ലില്ല. ഷെർലക്കിനും വാട്സനും മനസ്സിലായി, കുറച്ചു മുന്നേ ഐറിൻ കാണാനില്ല എന്ന് പറഞ്ഞ ലൂക്കാണ് ഇതെന്ന്. ശവപ്പെട്ടിയിൽ ഒരു പോക്കറ്റ് വാച്ച് കിടക്കുന്നത് ഷെർലക്കും വാട്സനും കാണും. ഷെർലക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അതെടുക്കും. ഇൻസ്പെക്ടറോട് ബാക്കി പ്രൊസീജിയറുകൾ നടത്താൻ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകും. അവർ തെരുവിലൂടെ ആ പോക്കറ്റ് വാച്ച് പരിശോധിച്ച് നടക്കുമ്പോൾ ആ വാച്ചിൽ പണയം വെച്ചതിന്റെ തെളിവായിട്ട് MH എന്ന് എഴുതിയിരിക്കുന്നത് കാണും. അത് മാഡിസൺ ആൻഡ് ഹെഗ് ആണെന്ന് കണ്ടുപിടിച്ച് അവർ അവിടെ എത്തി. അവിടെ നിന്നും ലൂക്കിന്റെ അഡ്രസ് വാങ്ങി ലൂക്ക് താമസിച്ചിരുന്ന സ്ഥലത്തെത്തും. വാട്സൺ ഡോർ ചവിട്ടി തുറന്നു. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. വാട്സൺ പറഞ്ഞു, ലൂക്ക് എന്തിനെയോ അല്ലെങ്കിൽ ആരെയോ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ കെണി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർ അകത്തേക്ക് കയറുമ്പോൾ ഒരു ലാബ് തന്നെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഡോക്ടർ വാട്സൺ അവിടെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇയാൾ ശാസ്ത്രവും മന്ത്രവാദവും ഒരുമിച്ച് ചേർത്ത് എന്തോ പരീക്ഷണം നടത്തുന്നു എന്നാണ്. ഷെർലക് അവിടെ മാകെ പരിശോധിക്കുമ്പോൾ കുറച്ച് തവളകളെ ഒരു ലിക്വിഡിൽ മുക്കി വെച്ചിരിക്കുന്നത് കാണും. ആ ലിക്വിഡ് എന്താണെന്ന് പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ വാട്സൺ പറഞ്ഞു, ഈ മുദ്ര നോക്കൂ, ഇത് ബ്ലാക്ക്വുഡിന്റെയാണ്. അതായത് ലൂക്ക് വർക്ക് ചെയ്യുന്നത് ബ്ലാക്ക്വുഡിന് വേണ്ടിയിട്ടാണ്. ഷെർലക് പറഞ്ഞു, അത് ഉറപ്പല്ലേ? ബ്ലാക്ക്വുഡിന് വേണ്ടി ലൂക്ക് ചെയ്തിരുന്ന കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്തു. ആ കാര്യങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലാക്ക്വുഡ് ലൂക്കിനെ കൊന്നത്. വാട്സൺ ചോദിച്ചു, അപ്പോൾ ലൂക്കിനെ കണ്ടുപിടിക്കാൻ ഐറിനെ നമ്മുടെ അടുത്തേക്ക് വിട്ടത് ആരായിരിക്കും? ആ ചോദ്യം തീർക്കുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേക്ക് 3 പേർ കയറി വരും. അവർ ലൂക്കിന്റെ വീട് തീയിട്ട് നശിപ്പിച്ച് അവിടുത്തെ തെളിവുകൾ നശിപ്പിക്കാൻ വന്നതാണ്. ഷെർലക്കിന് അത് മനസ്സിലായി. പിന്നെ അടിയോടടി വാട്സൺ ആ 2 സിമ്പന്തികളെ നേരിടും. ഷെർലക് ആജാനബാഹുവിനെ നേരിടും. ഒരു പരിധി കഴിയുമ്പോൾ ആജാനബാഹു അവിടെ നിന്ന് ഓടി മാറി ഒരു കപ്പൽ നിർമ്മാണശാലയിലെത്തി. ഷെർലക് പറഞ്ഞു, നിന്നെ അയച്ചത് ബ്ലാക്ക്വുഡ് ആണെന്ന് എനിക്കറിയാം. അവനിപ്പോൾ എവിടെ ഉണ്ടെന്ന് പറ. ആജാനബാഹു ഷെർലക്കിനെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായി കപ്പലിനെ താങ്ങി നിർത്തിയിരുന്ന തടികളെല്ലാം അടിച്ചു തെറിപ്പിക്കും. അപ്പോഴേക്കും വാട്സൺ അങ്ങോട്ടേക്ക് എത്തി. ഷെർലക്കിനെ ആക്രമിക്കുന്ന ആജാനബാഹുവിനെ വാട്സൺ വെടിവെക്കും. പക്ഷെ കൊള്ളില്ല. ആജാനബാഹു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. തൂണുകളെല്ലാം തട്ടി തെറിപ്പിച്ചതിന്റെ ഫലമായിട്ട് ഉറച്ചു നിന്നിരുന്ന കപ്പൽ ഇളകി കപ്പൽ ചാലിലേക്ക് പോകും. നങ്കൂരത്തിന്റെ വലിയ ചങ്ങല പൊട്ടി വരുമെങ്കിലും വാട്സൺ ഷെർലക്കിനെ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തും. കപ്പൽ നിർമ്മാണശാല അടിച്ചു തകർത്തതിനും മറ്റുമായിട്ട് പോലീസുകാർ വാട്സനെയും ഷെർലക്കിനെയും അറസ്റ്റ് ചെയ്യും. വാട്സനെ മേരി വന്ന് ജാമ്യത്തിലെടുക്കും. ഷെർലക് ഓപ്പൺ ജയിലിൽ തന്നെയാണ്. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പഴയ ഇൻസ്പെക്ടർ ഷെർലക്കിനെ കൂട്ടാൻ വന്നപ്പോൾ മറ്റു കുറ്റവാളികളുമായിട്ട് ഷെർലക് സൊറ പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെർലക് ചോദിച്ചു, എന്നെ ആരാണ് ജാമ്യത്തിലെടുത്തത്?
ഇൻസ്പെക്ടർ പറഞ്ഞു, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വിളിച്ചു പറഞ്ഞു താങ്കൾക്ക് ജാമ്യം കിട്ടി. താങ്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു കുതിരവണ്ടി പുറത്തു വന്ന് നിൽപ്പുണ്ട്. ഷെർലക് ആ കുതിരവണ്ടിക്കകത്ത് കയറിയപ്പോൾ അതിലിരുന്ന മനുഷ്യൻ പറഞ്ഞു, സാർ, നമ്മൾ പോകുന്ന വഴി താങ്കൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ താങ്കളുടെ കണ്ണൊന്ന് മൂടിക്കെട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത തുണി ഷെർലക്കിന്റെ തലയിലൂടെ ഇടും. ആ കുതിരവണ്ടി വളവുകൾ തിരിഞ്ഞും ഹമ്പ് ചാടിയുമൊക്കെ ഒരു ബിൽഡിങ്ങിലെത്തും. ഷെർലക്കിന്റെ തലയിൽ നിന്നും ആ കറുത്ത തുണി മാറ്റുമ്പോൾ അദ്ദേഹം ഒരു കസേരയിൽ നീണ്ട കൃതാവുള്ള ഒരാളുടെ മുന്നിൽ ഇരിക്കുകയാണ്. ഷെർലക്കിനോട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരാണെന്നോ ഇത് എവിടെയാണെന്നോ നിങ്ങളോട് പറയാൻ പറ്റില്ല. ഷെർലക് പറഞ്ഞു, നിങ്ങൾ പറയണ്ട, എനിക്കറിയാം. എന്നെ കൊണ്ടുവന്ന കുതിരവണ്ടി ഞാൻ സ്ഥിരം ബ്രെഡ് വാങ്ങുന്ന കടയുടെ മുന്നിലൂടെയാണ് വന്നത്. അവിടുത്തെ മണം എനിക്കറിയാം. പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് ഇവിടെ എത്തി. നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ ഈ മേശപ്പുറത്ത് കിടക്കുന്ന കത്തുകളിൽ ആ പേരുണ്ട്, തോമസ് റെത്രോമ. നിങ്ങളാണ് ചീഫ് ജസ്റ്റിസ്. ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഔദ്യോഗികമായ ഡീറ്റെയിൽസ്. നിങ്ങളുടെ കയ്യിലെ കാളയുടെ മുദ്രം വെച്ച മോതിരം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളാണ് ടെമ്പിൾ ഓഫ് ദ ഫോർ ഓർഡർ എന്ന സംഘടനയുടെ തലവൻ. പിന്നെ ഈ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന മിനിയേച്ചർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഇതെല്ലാം കേട്ട് ഞെട്ടിയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് 2 പേർ കയറി വന്നു. ഇതാണ് അമേരിക്കൻ അംബാസിഡർ സ്റ്റാൻഡിഷ്. ഇത് ഹോം സെക്രട്ടറി ലോർഡ് കോവാർഡ്. ഹോം സെക്രട്ടറി പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയ്ക്ക് ചില രീതികളുണ്ട്. ചിലർ അതിനെ ആഭിചാരമെന്നും ദുർമന്ത്രവാദം എന്നൊക്കെ വിളിക്കും. ഷെർലക് ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കെല്ലാവർക്കും ബ്ലാക്ക്വുഡിനെ കുറിച്ചുള്ള ഭയം. സത്യത്തിൽ ബ്ലാക്ക്വുഡ് നിങ്ങളുടെ മകനാണ്. നിങ്ങളെപ്പോലെ തന്നെ ബ്ലാക്ക്വുഡിനും ഡയമണ്ട് ആകൃതിയിലുള്ള പച്ച നിറത്തിലുള്ള കണ്ണുകളാണ്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആ സത്യം അറിയൂ. അവന്റെ അമ്മ ഞങ്ങളുടെ ഒരു വിശ്വാസിയായിരുന്നു. ഞങ്ങളുടെ ഒരു ചടങ്ങിനിടയിലാണ് അവൾ ഗർഭം ധരിച്ചത്. അയാൾ തുടർന്നു, ബ്ലാക്ക്വുഡ് വിശ്വാസത്തിലൂടെ ശക്തി ലഭിക്കാനായിട്ട് 5 പെൺകുട്ടികളെ മാത്രമല്ല കൊന്നത്, വേറെയും ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ആർക്കും അതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ ശക്തിയുടെ രഹസ്യം ഈ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഷെർലക്കിന് കൊടുക്കും. മന്ത്രവാദത്തിന്റെ പുസ്തകമായിരുന്നു അത്. ചീഫ് ജസ്റ്റിസ് തോമസ് തുടർന്നു, ഈ പുസ്തകത്തിലെ ബാക്കി ക്രിയകൾ കൂടി അവൻ ചെയ്താൽ അവൻ ഈ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റും. അവൻ അത് ചെയ്യുന്നതിന് മുൻപേ തന്നെ അവനെ കണ്ടെത്തി തടയണം. ഷെർലക് ആ ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉറപ്പായും ഞാൻ ബ്ലാക്ക്വുഡിനെ തടയും, പക്ഷേ ഒരിക്കലും നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ഷെർലക് അവിടെ നിന്ന് പോകും. ഷെർലക് അവിടെ നിന്ന് നേരെ ഐറൻ താമസിക്കുന്ന സ്ഥലത്തെത്തും. ഐറൻ ചോദിച്ചു, ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ ആളുടെ കാര്യം എന്തായി? ഷെർലക് പറഞ്ഞു, ലൂക്കിനെ ബ്ലാക്ക്വുഡിന്റെ കല്ലറയിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ലൂക്കിന്റെ ബോഡി ആവശ്യമുണ്ടെങ്കിൽ പോലീസിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഷെർലക് ഐറനോട് ചോദിച്ചു, നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഒരു കോളേജ് പ്രൊഫസർ ആണല്ലേ? ഐറൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് വഴിയാത്രക്കാരനായിട്ട് കുതിരവണ്ടിയിൽ വന്ന് ഇടിച്ചു വീണത് നീയാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാണ്. ഷെർലക് പറഞ്ഞു, ഞാൻ വന്നു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ആളുടെ കറുത്ത കോട്ടിൽ ചോക്കുപൊടി കണ്ടു, മുഖം കാണാൻ പറ്റിയില്ല. ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ ഷെർലക് ഒരു വൈൻ ബോട്ടിൽ എടുത്ത് പൊട്ടിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട ഐറൻ പറഞ്ഞു, ആ വൈൻ ബോട്ടിൽ പൊട്ടിച്ച് കുറച്ചു നേരം തുറന്നു വെക്കണം. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഷെർലക് പറഞ്ഞു, നിന്റെ ജീവൻ അപകടത്തിലാണ് ഐറൻ. ലൂക്കിനെ കൊന്നത് ആരായാലും ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് അവർ നിന്നെയും വെറുതെ വിടില്ല. നീ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതാണ് നല്ലത്. ഈ പറഞ്ഞതിന്റെ ഇടയിൽ കൂടെ തന്നെ ഷെർലക് വൈൻ ബോട്ടിൽ പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുകയും ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ തലചുറ്റി വീഴും. ഐറൻ അവനെ താങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ബോട്ടിൽ പൊട്ടിച്ച് കുറച്ചു നേരം തുറന്നു വെക്കണമെന്ന്. ഐറൻ ആ വൈൻ കുപ്പി പൊട്ടിക്കാതെ തന്നെ അതിന്റെ ഓപ്പണിംഗ് വഴി ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്നു. അത് അറിയാതിരിക്കാനായിട്ട് തീ ഉപയോഗിച്ച് ആ ഇഞ്ചക്ട് ചെയ്ത ഭാഗം അടയ്ക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഐറൻ ഇത് ചെയ്തത് പ്രൊഫസർ തന്നെ അപായപ്പെടുത്താൻ വരുമെന്ന് കരുതി അയാൾക്ക് വെച്ച കെണിയായിരിക്കാം. ബോധം പോകുന്നതിന് മുൻപ് ഐറൻ ഷെർലക്കിനോട് ചോദിച്ചു, നിനക്ക് എന്റെ ഒപ്പം വന്നൂടെ? എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെർലക് കുഴഞ്ഞു വീഴും. അന്ന് രാത്രി ചീഫ് ജസ്റ്റിസ് തോമസിന്റെ ബംഗ്ലാവിൽ അയാൾ ബാത്ത് ടബിൽ കിടക്കുകയാണ്. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ടു. അയാൾ ടാപ്പ് ക്ലോസ് ആക്കി തിരിഞ്ഞു നോക്കി. വ്യത്യാസമൊന്നും കാണാഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ടാപ്പ് തുറന്നു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അയാൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അയാളുടെ തൊട്ടു പിന്നിൽ ബ്ലാക്ക്വുഡ് തോമസിന്റെ കയ്യിൽ കിടന്ന കാളയുടെ മുദ്രമുള്ള മോതിരം ഊരി തന്റെ കയ്യിൽ അണിയും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചീഫ് ജസ്റ്റിസ് തോമസ് മരിക്കും. അടുത്ത ദിവസം പോലീസുകാർ ചീഫ് ജസ്റ്റിസ് തോമസിന്റെ മരണവാർത്ത ഷെർലക്കിനെ അറിയിച്ച് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ആരും അതിക്രമിച്ച് കയറിയതിന്റെ ഒരു ലക്ഷണവുമില്ല. പാചകക്കാരൻ ഒരു ശബ്ദവും കേട്ടിട്ടുമില്ല. ഇവിടെ നിന്നും നഷ്ടമായത് ചീഫ് ജസ്റ്റിസിന്റെ ഒരു മോതിരം മാത്രമാണ്. ഷെർലക് വരുന്നതിന് മുൻപ് തന്നെ
പോലീസുകാർ ബാത്ത് ടബിലെ വെള്ളം കളഞ്ഞിരുന്നു. ഷെർലക് ആ ബാത്റൂം പരിശോധിക്കുമ്പോൾ അതിനകത്ത് തന്നെ ഒരു രഹസ്യവാതിലുണ്ടെന്ന് മനസ്സിലായി. ഷെർലക് ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറും. മരണപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ സംഘടനയുടെ ആരാധനകൾക്കായിട്ട് ആ മുറി പ്രത്യേകം ഡിസൈൻ ചെയ്തിരുന്നു. ഷെർലക് സംശയം തോന്നിയ ചില വസ്തുക്കളും ഒരു ബുക്കും അവിടെ നിന്നെടുക്കും. അപ്പോഴേക്കും പോലീസുകാർ അകത്തേക്ക് വരും. ആ വന്ന പോലീസുകാരോട് ഇവിടെ കൂടെ നിങ്ങൾ പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ട് ഷെർലക് അവിടെ നിന്നും ഇറങ്ങും. അന്ന് വൈകിട്ട് അമേരിക്കൻ അംബാസിഡർ സ്റ്റാൻഡിഷ് സംഘടനയുടെ മീറ്റിംഗിനായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തും. എന്നാൽ ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അത്രയും ഭാഗത്ത് മാത്രമായി മഴ പെയ്യുന്നു. അദ്ദേഹം ഡ്രസ്സിൽ വീണ മഴത്തുള്ളികൾ തുടച്ച് ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി. അകത്ത് ഹോം സെക്രട്ടറി ലോർഡ് കൊവാർഡും മറ്റംഗങ്ങളുമുണ്ട്. അമേരിക്കൻ അംബാസിഡർ ചോദിച്ചു, എന്തിനാണ് ഹോം സെക്രട്ടറി ഇപ്പോൾ ഒരു മീറ്റിംഗ്? ഹോം സെക്രട്ടറി പറഞ്ഞു, നമ്മുടെ പഴയ തലവൻ മരിച്ചത് കാരണം അദ്ദേഹത്തിന്റെ മകൻ ബ്ലാക്ക്വുഡിനെ ഞാൻ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു. പക്ഷേ അതിന് അംബാസിഡർ സമ്മതിക്കില്ല. അങ്ങോട്ടേക്ക് ബ്ലാക്ക്വുഡ് കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും നയിക്കാൻ യോഗ്യൻ ഞാൻ തന്നെയാണ്. കാരണം ഞാൻ മരണത്തെ ജയിച്ചു വന്നവനാണ്. എന്നിട്ട് അംബാസിഡറെ നോക്കി പറഞ്ഞു, ഈ ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സും എനിക്കൊപ്പമാണ്. അതിനാൽ നിങ്ങളും എനിക്കൊപ്പം തന്നെ നിൽക്കണം. എന്നാൽ അമേരിക്കൻ അംബാസിഡർ, ഒരിക്കലും ഞാൻ നിനക്കൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ബ്ലാക്ക്വുഡിന്റെ നേർക്ക് തോക്ക് ചൂണ്ടി വെടിവെക്കും. ബ്ലാക്ക്വുഡിന് ഒന്നും സംഭവിക്കില്ല. പകരം സ്വന്തം ദേഹത്ത് മുഴുവൻ തീപിടിച്ച് അയാൾ ജനലിൽ കൂടെ താഴേക്ക് വീണ് മരിക്കും. ഇത് കണ്ടുനിന്ന മറ്റു മെമ്പേഴ്സ് ഭയം കൊണ്ട് ബ്ലാക്ക്വുഡിന്റെ കൂടെ ചേരും. അവർക്കെല്ലാവർക്കും ഒരു വൈൻ ഹോം സെക്രട്ടറി കുടിക്കാൻ കൊടുക്കും. അതേസമയം ഡോക്ടർ വാട്സന്റെ റൂമിലേക്ക് ഷെർലക് പോലീസുകാരുടെ സഹായത്തോടെ ഒരു ബോഡി കൊണ്ടുവരും. 2 ദിവസം മുന്നേ ലൂക്കിന്റെ വീട് കത്തിക്കാൻ വന്ന ബ്ലാക്ക്വുഡിന്റെ സിമ്പന്തിമാരിൽ ഒരാളുടെ ബോഡിയായിരുന്നു അത്. അന്ന് വാട്സന്റെയും ഷെർലക്കിന്റെയും പിന്നാലെ കപ്പൽ നിർമ്മാണശാലയിലെത്തിയ അയാൾ ആജാനുബാഹു കപ്പൽ താങ്ങി നിർത്തിയിരുന്ന തടികളെല്ലാം തട്ടി മാറ്റിയപ്പോൾ അതിന്റെ ഇടയിൽപ്പെട്ട് മരിച്ചു. ഷെർലക്കും വാട്സനും ആ ബോഡി പരിശോധിക്കും. അയാളുടെ തലമുടിയിലെ കളർ വ്യത്യാസം കണ്ട ഷെർലക് തലമുടി പൊട്ടിച്ച് തീയിൽ വെച്ചിരിക്കും. ആ തലമുടി മഞ്ഞയും പച്ചയും നിറത്തിൽ കത്തും. കൈയിലെ നഖത്തിനിടയിൽ നിന്ന് കൽക്കരി കൂടെ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലായി ഇയാൾ ഒരു ഫാക്ടറി തൊഴിലാളിയാണ് എന്ന്. ഡോക്ടർ വാട്സൺ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നദിക്കരികിലുള്ള നയൻ എൽമസ് എന്ന ഫാക്ടറിയിലാവണം ഇവൻ വർക്ക് ചെയ്യുന്നത്. അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പുറപ്പെടും. ഷെർലക്കും വാട്സനും ഒളിച്ചും പാത്തും ആ ഫാക്ടറിക്കുള്ളിലേക്ക് കയറി. അവിടെ ആകെ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി കുറച്ചു സമയം മുന്നേ എന്തോ ഒരു യന്ത്രം അവിടെ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് എന്ന്. അവർ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ബ്ലാക്ക്വുഡിന്റെ ശബ്ദം, ഞാൻ നിങ്ങൾക്കായി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷെർലക്കും വാട്സനും നോക്കിയപ്പോൾ ഐറിനെ കെട്ടിത്തൂക്കി തീക്കിടയിലൂടെ യന്ത്രത്തിന്റെ സഹായത്തോടെ മുന്നോട്ട് ചലിപ്പിക്കുന്നു. വാട്സൺ ഉടൻ തന്നെ അടുത്ത് കിടന്ന ഒരു ഷീറ്റ് ഷെർലക്കിന് എറിഞ്ഞു കൊടുക്കും. ഷെർലക് ആ ഷീറ്റ് ഉപയോഗിച്ച് ഐറിനെ പൊതിഞ്ഞ് തീയിൽ നിന്ന് രക്ഷിക്കും. അതേസമയം തന്നെ വാട്സൺ ആ തീ തുപ്പുന്ന മെഷീനിന്റെ ലിവർ വലിച്ച് ഓഫാക്കും. തീ ഓഫാകും. പക്ഷേ ഐറിനെ മുന്നിലേക്ക് ചലിപ്പിച്ചു കൊണ്ടിരുന്ന യന്ത്രം ഓഫാകില്ല. ആ യന്ത്രത്തിന്റെ മുന്നിലായി ഒരു വലിയ കട്ടിംഗ് ബ്ലേഡ്. ഷെർലക് ഐറിനെ ആ മെഷീനുമായി ബന്ധിപ്പിച്ചിരുന്ന വിലങ്ങ് ഒരു കത്തിയുടെ സഹായത്തോടെ പൊട്ടിക്കാൻ ശ്രമിക്കുമെങ്കിലും നടക്കില്ല. ഒന്നും നടക്കാതെ വന്നപ്പോൾ ഷെർലക്കും വാട്സനും ഐറിനെ ബന്ധിപ്പിച്ചിരുന്ന യന്ത്രത്തിന്റെ ബെൽറ്റിൽ പിടിച്ച് താഴേക്ക് ചാടും. ആ ബെൽറ്റ് പൊട്ടി 3 പേരും രക്ഷപ്പെടും. വാട്സൺ ഉടൻ തന്നെ ബ്ലാക്ക്വുഡിനെ പിടിക്കാനായിട്ട് ഓടും. ഷെർലക് ഐറിന്റെ മുടിയിൽ നിന്നും ഒരു സ്ലൈഡ് എടുത്ത് അവളുടെ കയ്യിലെ വിലങ്ങഴിക്കും. വാട്സൺ പുറത്തെത്തിയപ്പോൾ ബ്ലാക്ക്വുഡ് ഒരു ബോട്ടിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. വാട്സൺ മുന്നിലേക്ക് ഓടുമ്പോൾ അവന്റെ കാൽ തട്ടി ബ്ലാക്ക്വുഡ് വെച്ചിട്ട് പോയ ബോംബിന്റെ ക്യാപ്പ് ഓപ്പൺ ആവും. അപ്പോഴേക്കും ഷെർലക്കും ഐറിനും അങ്ങോട്ടേക്ക് എത്തും. വാട്സൺ ഷെർലക്കിനെ നോക്കി ഷെർലക് ബോംബ് എന്ന് വിളിച്ച് പറയുന്നതിന് മുൻപ് തന്നെ ആ ബോംബുകളെല്ലാം പൊട്ടും. ആ ഫാക്ടറി നിന്ന് കത്തും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ പോലീസ് അങ്ങോട്ടേക്ക് എത്തും. ഷെർലക്കിനെ പരിക്കുകളോടെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുത്തി. ആ പോലീസുകാരൻ പറഞ്ഞു, ഡോക്ടർ വാട്സനും ഐറിനും പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹോം സെക്രട്ടറി ലോർഡ് കൊവാർഡ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. ആ പോലീസുകാരൻ ഷെർലക്കിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി വിടും. അടുത്ത ദിവസം ഐറിൻ ആ നാട്ടിൽ നിന്നും ട്രെയിനിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ആ ട്രെയിനിനകത്ത് ലൂക്കിനെ കണ്ടുപിടിക്കാനുള്ള ജോലി ഏൽപ്പിച്ച പ്രൊഫസർ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ സമ്മതിക്കാതെ നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഐറിൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ലൂക്കിനെ കണ്ടുപിടിച്ചു. അയാൾ ഇപ്പോൾ പോലീസിന്റെ മോർച്ചറിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ജോലി തീർന്നു. പ്രൊഫസർ പറഞ്ഞു, നിന്റെ ജോലി തീർന്നിട്ടില്ല. ലൂക്ക് ബ്ലാക്ക്വുഡിന് വേണ്ടി ഉണ്ടാക്കിയ മെഷീൻ എനിക്ക് വേണം. അതേസമയം ഹോസ്പിറ്റലിൽ വാട്സന്റെ റൂമിൽ ഒരു ഡോക്ടർ വാട്സനെ ശുശ്രൂഷിക്കുന്നു. മേരി അങ്ങോട്ടേക്ക് വന്നു. ഇദ്ദേഹത്തിന്റെ മുറിവുകൾ ഉണങ്ങി സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മേരിക്ക് ആ ഡോക്ടറെ കണ്ടപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നി. അവൾ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഡോക്ടർ അല്ല, ഷെർലക് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ പോയി ബ്ലാക്ക്വുഡിനെ പിടിക്കാനുള്ള വഴി നോക്കൂ.
വാട്സൺ ഉടൻ തന്നെ നിങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യും. ഷെർലക് അവിടെ നിന്നും വാട്സൺ താമസിച്ചിരുന്ന സ്ഥലത്തെത്തും. എവിടെ അന്വേഷിച്ചു തുടങ്ങണമെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. പല ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷെർലക്കിന്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ പാഞ്ഞു. കൊല്ലപ്പെട്ട ചീഫ് ജസ്റ്റിസ് തോമസ് പറഞ്ഞിരുന്നു ബ്ലാക്ക്വുഡിന്റെ ശക്തിയുടെ രഹസ്യം മന്ത്രവാദത്തിന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്ന്. ഉടൻ തന്നെ ഷെർലക് കളം വരച്ച് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചെയ്യും. ഇടയ്ക്കെപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം അവൻ കണ്ണു തുറക്കുമ്പോൾ ഐറനും വാട്സനും റൂമിലുണ്ട്. ഐറൻ ഷെർലക്കിനോട് പറഞ്ഞു, നിന്നെ പിടിക്കാനായിട്ട് പോലീസ് എല്ലായിടത്തും വലവിരിച്ചിരിക്കുകയാണ്. പത്രത്തിലും പരസ്യം കൊടുത്തിട്ടുണ്ട്. ഷെർലക് വാട്സനോട് ചോദിച്ചു, നീ എത്രയും പെട്ടെന്ന് തിരിച്ച് ജോയിൻ ചെയ്തോ? വാട്സൺ ഷെർലക്കിന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, മേരി എന്നോട് പറഞ്ഞു ഇടയ്ക്ക് എന്നെ ഒരു ലക്ഷണം കെട്ട ഡോക്ടർ നോക്കാൻ വരുമായിരുന്നു എന്ന്. ഡോക്ടർ തുടർന്നു, നീ ഇത്രയും ദിവസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത്? ഷെർലക് പറഞ്ഞു തുടങ്ങി, ബ്ലാക്ക്വുഡിനെ പോലുള്ളവരുടെ പ്രവർത്തനം നൂറ്റാണ്ടുകളായി ടെമ്പിൾ ഓഫ് ദി ഫോർ ഓർഡർ സംഘടനയിൽ അനുഷ്ഠിച്ചു വരികയാണ്. ഗൂഢമായ ആചാരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത്. കൊല്ലപ്പെട്ട ചീഫ് ജസ്റ്റിസ് തോമസിന്റെ രഹസ്യ മുറിയിൽ നിന്ന് ഒരു ബുക്ക് ഞാൻ എടുത്തു. മാത്രമല്ല ആ മുറിയിൽ നിന്ന് തന്നെ എനിക്ക് കാളയുടെ എല്ലും സിംഹത്തിന്റെ പല്ലും പരുന്തിന്റെ തൂവലും ഒരു മനുഷ്യന്റെ തലമുടിയും കിട്ടിയിരുന്നു. ഇതെല്ലാം വെച്ച് ആ ബുക്കിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരു പൂജ ചെയ്തു. പണ്ട് കാലത്ത് ചക്രവർത്തിമാർ എല്ലാരും ഇതേ വിശ്വാസം വെച്ച് പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്പിങ്സുമായി ഇവരുടെ സംഘടനയുടെ ചിത്രത്തിന് ബന്ധമുണ്ട്. സ്പിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീക്ക് പുരാണ പ്രകാരം യാത്രക്കാരോട് ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയാത്തവരെ കൊല്ലുകയും ചെയ്യുന്ന ചിറകുള്ള സിംഹത്തിന്റെ ഉടലും സ്ത്രീയുടെ മുഖവുമുള്ള ഒരു രാക്ഷസി. ഷെർലക് തുടർന്നു, സ്പിങ്സുമായി ഈ സംഘടനയ്ക്കുള്ള സാമ്യത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചിത്രത്തിലും സിംഹത്തിന്റെ കാലുകൾ, കാളയുടെ വാല്, പരുന്തിന്റെ ചിറക്, മനുഷ്യന്റെ തലയുമുണ്ട്. ഷെർലക് പൂജയ്ക്ക് വരച്ച നക്ഷത്രത്തെ ചൂണ്ടി പറഞ്ഞു, ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന നക്ഷത്രത്തിന്റെ അഗ്രഭാഗങ്ങൾ കൊല്ലപ്പെട്ട 5 പെൺകുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. ഷെർലക് വാട്സനോട് കയ്യിലെ ടെമ്പിൾ ഓഫ് ദി ഫോർ ഓർഡർ സംഘടനയുടെ ബിൽഡിംഗിന്റെ മാപ്പ് തുറക്കാൻ പറഞ്ഞു. ഷെർലക് തുടർന്നു, ബ്ലാക്ക്വുഡ് കുഴിമാടത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം 3 പേരെ കൊന്നു. ഓരോന്നും ആ സംഘടനയുടെ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വെച്ചാണ്. ഐറൻ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞ ആ ചെറിയ മനുഷ്യൻ ലൂക്ക്, അയാളുടെ ബോഡി കണ്ടെത്തിയത് ഈ സംഘടനയുടെ സ്പിങ്സ് ചിത്രത്തിലെ തലഭാഗത്ത് നിന്നാണ്. സംഘടനയുടെ തലവനായിരുന്ന ചീഫ് ജസ്റ്റിസ് തോമസ് കൊല്ലപ്പെട്ടത് ബിൽഡിംഗിന്റെ കാളയുടെ ചിത്രത്തിലെ വാൽ ഭാഗമായ സൗത്ത് കോണിൽ നിന്നാണ്. അവസാനം കൊല്ലപ്പെട്ട അംബാസഡറുടെ ബോഡി കിടന്നത് ഈസ്റ്റ് കോണിൽ വെച്ചാണ്. ഇതിനർത്ഥം അടുത്ത കൊലപാതകം നടക്കാൻ പോകുന്നത് സംഘടനയുടെ ബിൽഡിംഗിന്റെ വെസ്റ്റ് സൈഡിലാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വാട്സൺ പറഞ്ഞു, അവിടെയാണ് പാർലമെന്റ് വരുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോലീസുകാർ കയറി വരും. അത് മനസ്സിലാക്കിയ ഷെർലക് ഒരു ചെറിയ കുറിപ്പ് വാട്സന് കൊടുത്തിട്ട് ഒരു ചെറിയ വാതിൽ വഴി ഐറനെയും വാട്സനെയും രക്ഷപ്പെടുത്തും. പോലീസുകാർ അകത്തേക്ക് വരും. ഷെർലക്കിനെ അറസ്റ്റ് ചെയ്ത് ഹോം സെക്രട്ടറി ലോർഡ് കോവാർഡിന്റെ മുന്നിൽ ഹാജരാക്കും. ആ റൂമിൽ കയറുമ്പോൾ തന്നെ ഷെർലക് അവിടെ മാകെ നിരീക്ഷിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ഹോം സെക്രട്ടറി പറഞ്ഞപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഷെർലക്കിനെ അവിടെ വിട്ടിട്ട് പുറത്തേക്ക് പോകും. ഷെർലക് ഹോം സെക്രട്ടറിയോട് ചോദിച്ചു, ബ്ലാക്ക്വുഡിനെ എല്ലാ കൊലപാതകങ്ങളും ചെയ്യാൻ സഹായിച്ചത് താങ്കളാണല്ലേ? താങ്കളുടെ ഷൂ കൈകൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഷൂ ഉണ്ടാക്കുന്ന പാടുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഞാനും വാട്സനും ബ്ലാക്ക്വുഡിനെ പിടിച്ച അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഫുൾ ബ്ലാക്ക് ഡ്രസ്സിൽ. നിങ്ങളുടെ ഷൂവിന്റെ മാർക്ക് ഞാൻ അന്ന് അവിടെ കണ്ടിരുന്നു. ഹോം സെക്രട്ടറി അതിന് മറുപടി പറയാതെ തിരിഞ്ഞു നടക്കും. ഷെർലക് ആ സമയം ചൂടിനായി കത്തിച്ച തീയുടെ പുക പുറത്തേക്ക് പോകാനുള്ള വാതിൽ കാലുകൊണ്ട് തട്ടി അടയ്ക്കും. ഹോം സെക്രട്ടറി ഇത് ശ്രദ്ധിക്കാതെ തോക്കെടുത്ത് ബുള്ളറ്റിൽ ഓടിച്ചു. ഷെർലക് തുടർന്നു, ഇന്നുച്ചയ്ക്ക് പാർലമെന്റിൽ വെച്ച് ബ്ലാക്ക്വുഡിന്റെയും നിങ്ങളുടെയും കൊലപാതക പരമ്പരയുടെ അവസാനമാണെന്ന് എനിക്കറിയാം. പാർലമെന്റിൽ എവിടെ വെച്ചാണ് നിങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്കും ആ റൂം മുഴുവനും പുക കൊണ്ട് നിറയും. ഷെർലക് തന്റെ കയ്യിലെ വിലങ്ങൂരി ഹോം സെക്രട്ടറിക്ക് നേരെ എറി. ഹോം സെക്രട്ടറി തിരിഞ്ഞ് ഷെർലക്കിന് നേരെ തോക്ക് ചൂണ്ടാൻ ശ്രമിക്കും. പക്ഷേ ഷെർലക് അവിടെ ഇല്ല. പുകക്കുഴലിന്റെ വാതിൽ അടച്ചത് കാരണം അവിടെ മുഴുവൻ പുക കൊണ്ട് നിറയും. ഹോം സെക്രട്ടറി ശൂന്യതയിലേക്ക് വിളിച്ചു പറഞ്ഞു, പാർലമെന്റിൽ എന്താണ് ഞങ്ങൾ ചെയ്തത് എന്ന് നിനക്കറിയില്ല. പുകയ്ക്കുള്ളിൽ എവിടെയോ നിന്ന് ഷെർലക് മറുപടി പറഞ്ഞു, നിന്റെ ഷൂയിലെ ചെളി നീ എവിടെയാണ് നിന്നത് എന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. മാത്രമല്ല നിന്റെ കാൽമുട്ടിൽ പറ്റിയിരിക്കുന്ന ഇഷ്ടിക പൊടി നീ മുട്ടുകുത്തി നിന്നതിന്റെയാണ്. അതായത് പാർലമെന്റിന്റെ താഴെയുള്ള അഴുക്കുചാലിൽ വെച്ച് നീയും ബ്ലാക്ക്വുഡും അടങ്ങുന്ന സംഘം എന്തോ പൂജ നടത്തി. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഷെർലക് പുകയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരും. ഷെർലക്കിനെ കണ്ടയുടൻ തന്നെ ഹോം സെക്രട്ടറി വെടിവെക്കും. പക്ഷേ തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ ഷെർലക് വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടും. പോലീസ് പിടിക്കുന്നതിന് മുന്നേ വാട്സന് കൊടുത്ത കുറിപ്പ് പ്രകാരം വാട്സൺ ബോട്ടുമായിട്ട് അവിടെ എത്തിയിരുന്നു. ഷെർലക് ബോട്ടിൽ കയറിയ ഉടൻ തന്നെ വാട്സൺ ചോദിച്ചു, നിന്നെ വിലങ്ങണിയിച്ചാണല്ലോ കൊണ്ടുപോയത്, പിന്നെ എങ്ങനെയാണ് നീ അത് അഴിച്ചത്? ഷെർലക് പറഞ്ഞു, ഹോം സെക്രട്ടറിയുടെ പെരുമാറ്റത്തിൽ ഇൻസ്പെക്ടർക്ക് എന്തോ ഡൗട്ട് തോന്നിയിരുന്നു. അതിനാൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയ വഴിക്ക് തന്നെ
വിലങ്ങിന്റെ താക്കോൽ തന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പാർലമെന്റിന്റെ അടിയിലുള്ള അഴുക്ക് ചാലിലെത്തണം. അതേസമയം നാട് മുഴുവൻ പ്രതിഷേധത്തിലാണ്. വിശ്വാസികളും ഗവൺമെന്റും തമ്മിൽ ബ്ലാക്ക്വുഡിനെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഷെർലക്കും സിമ്പന്തികളും പാർലമെന്റിന്റെ കീഴിലുള്ള അഴുക്ക് ചാലിലെത്തും. അവിടെ ബ്ലാക്ക്വുഡിന്റെ സിമ്പന്തികൾ ഒരു യന്ത്രത്തിന് കാവൽ നിൽക്കുന്നു. ഷെർലക്ക് വാട്സനോടും ഐറനോടും പറഞ്ഞു, ബ്ലാക്ക്വുഡിനു വേണ്ടി ലൂക്ക് ഉണ്ടാക്കിയ യന്ത്രമാണിത്. ഈ യന്ത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അന്ന് ബ്ലാക്ക്വുഡ് ഫാക്ടറി മുഴുവൻ ബോംബ് വെച്ച് നശിപ്പിച്ചത്. വാട്സൺ പറഞ്ഞു, കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ പാർലമെന്റ് മെമ്പേഴ്സ് എല്ലാം വന്ന് മീറ്റിംഗ് തുടങ്ങും. ബ്ലാക്ക്വുഡിന്റെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയില്ല. അതിനാൽ ബ്ലാക്ക്വുഡിന്റെ സിമ്പന്തികളെ കീഴ്പ്പെടുത്തി യന്ത്രം നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ ഐറിൻ തോക്കെടുത്ത് വെടി തുടങ്ങി. പിന്നെ അടിയോടടി വാട്സണും ഷെർലക്കും തിരിഞ്ഞും മറിഞ്ഞും സിമ്പന്തികളെ നേരിടും. ഐറിൻ തന്റെ എതിരാളികളെ അടിച്ചൊതുക്കി ആ യന്ത്രം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഷെർലക്ക് പറഞ്ഞു, ഈ സിലിണ്ടർ എന്തോ കെമിക്കലാണ്. ഇലക്ട്രിക് ചാർജ് കിട്ടുമ്പോൾ ഈ സിലിണ്ടറിലുള്ള ഗ്യാസ് വെന്റിലേഷൻ പൈപ്പ് വഴി പാർലമെന്റിന്റെ ഉള്ളിലേക്ക് എത്തും. അതായത് ഈ ഗ്യാസ് ഉപയോഗിച്ച് ബ്ലാക്ക്വുഡിന് പാർലമെന്റ് മെമ്പേഴ്സിനെ കൊല്ലാനാണ് പ്ലാൻ. ഇലക്ട്രിക് ചാർജ് കിട്ടിയാലേ ഇത് വർക്ക് ആവുകയുള്ളൂ. മിക്കവാറും ബ്ലാക്ക്വുഡിന്റെ കയ്യിൽ ദൂരെ നിന്നും ആക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാകും. അതേസമയം പാർലമെന്റിന്റെ ഉള്ളിൽ എല്ലാ മെമ്പേഴ്സും ഹാളിനുള്ളിൽ പ്രവേശിച്ചു. ഹോം സെക്രട്ടറി ലോർഡ് കൊവാർഡ് അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് സിഗ്നൽ കൊടുത്തു. ഉടൻ തന്നെ അവർ പുറത്തേക്കുള്ള വാതിൽ ലോക്ക് ചെയ്തു. ഹോം സെക്രട്ടറി എല്ലാവരോടുമായിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ബ്ലാക്ക്വുഡിനെ വിശ്വസിക്കുന്നവർ മാത്രം അവശേഷിക്കാൻ സമയമായി. അപ്പോഴേക്കും ബ്ലാക്ക്വുഡ് അവിടെയുള്ള ഒരു ഉയർന്ന തട്ടിലേക്ക് കയറി വരും. ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. ബ്ലാക്ക്വുഡ് പറഞ്ഞു, ഞാൻ മരണത്തെ ജയിച്ച് തിരിച്ചു വന്നവനാണ്. ഇനി ഞാനാണ് നിങ്ങളെയും ഈ നാടിനെയും നയിക്കാൻ പോകുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവർ ജീവിക്കും, അല്ലാത്തവർ ഇന്ന് ഇവിടെ വെച്ച് മരിച്ചു വീഴും. അതേസമയം പാർലമെന്റിന്റെ താഴെ ഐറൻ പറഞ്ഞു, നമുക്ക് ഈ യന്ത്രം നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിലിണ്ടറിലാണ് കെമിക്കൽ ഉള്ളത്. അതിനാൽ ആ സിലിണ്ടർ മാറ്റിയാൽ എല്ലാവരും രക്ഷപ്പെടും. ഷെർലക്കും ഐറനും ആ സിലിണ്ടർ ഇളക്കാൻ നോക്കും. പക്ഷേ സിലിണ്ടർ യന്ത്രത്തിൽ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കപ്പൽ നിർമ്മാണശാലയിൽ നിന്ന് രക്ഷപ്പെട്ട ബ്ലാക്ക്വുഡിന്റെ സിമ്പന്തി ആജാനുബാഹു അങ്ങോട്ടേക്ക് വരും. വാട്സണും ഷെർലക്കും അയാളെ തടയാൻ ശ്രമിക്കും. ഈ സമയത്ത് ഐറൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിലെ ബുള്ളറ്റിൽ നിന്നും ഗൺ പൗഡർ കളക്ട് ചെയ്ത് ആ പൗഡർ സിലിണ്ടർ വെൽഡ് ചെയ്ത് വെച്ചിരുന്ന ബോൾട്ടിലിട്ട് കത്തിക്കും. ഉടൻ തന്നെ ആ സിലിണ്ടർ മെഷീനിൽ നിന്നും ഡിറ്റാച്ച് ആവും. ഐറിൻ ആ സിലിണ്ടർ എടുത്ത് അവിടെ നിന്നും ഓടും. ഇത് കണ്ട ഷെർലക്ക് ഐറിന്റെ പിന്നാലെ ഓടും. മുകളിൽ പാർലമെന്റ് ഹാളിൽ അവിടെ നിന്ന് എല്ലാ പാർലമെന്റ് മെമ്പേഴ്സിനും ബ്ലാക്ക്വുഡിനെ ഭയമുണ്ടെങ്കിലും അയാളുടെ വാക്ക് അവർ കേൾക്കില്ല. ഇത് മനസ്സിലാക്കിയ ബ്ലാക്ക്വുഡ് കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ട്രാൻസ്മിറ്ററിന്റെ സ്വിച്ച് അമർത്തും. ആ ഹാളിലുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും പേടിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. കുറച്ചു സമയം കഴിഞ്ഞിട്ടും ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. പണി പാളിയെന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക്വുഡ് താഴെ യന്ത്രം വെച്ചിരുന്ന സ്ഥലത്തേക്ക് വരും. ഹാളിലുണ്ടായിരുന്ന മറ്റ് മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഹോം സെക്രട്ടറി കൊവാർഡിനെയും അയാളുടെ കൂടെയുള്ള സിമ്പന്തികളെയും കൈകാര്യം ചെയ്യും. താഴേക്കിറങ്ങിയ ബ്ലാക്ക്വുഡ് നോക്കിയപ്പോൾ ഐറിന്റെ പിന്നാലെ ഷെർലക്ക് ഓടുന്നു. ബ്ലാക്ക്വുഡ് അവരെ രണ്ടുപേരെയും പിന്തുടരും. ഐറിൻ സിലിണ്ടറുമായി ഓടിച്ചെന്ന് നിൽക്കുന്നത് പണി തീരാത്ത ഒരു പാലത്തിന്റെ മുകളിലാണ്. ഷെർലക്ക് ഐറിനോട് ചോദിച്ചു, നീ ഇപ്പോഴും എന്നെ പറ്റിച്ചിട്ട് ഈ സിലിണ്ടറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ഇത്രയൊക്കെ ആയിട്ടും നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നീ രക്ഷപ്പെട്ടു പൊക്കോളൂ, ഞാൻ നിന്റെ പിന്നാലെ വരില്ല. ഐറിൻ ഷെർലക്കിന് നേരെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ സിലിണ്ടറുമായി രക്ഷപ്പെടണ്ട. കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബ്ലാക്ക്വുഡ് മുകളിൽ നിന്നും താഴേക്ക് ചാടി. ഐറിന്റെ കയ്യിൽ നിന്നും ബ്ലാക്ക്വുഡ് സിലിണ്ടർ തട്ടിയെടുത്ത് അവളെ താഴേക്ക് തള്ളിയിടും. പിന്നെ ഷെർലക്കും ബ്ലാക്ക്വുഡും തമ്മിലുള്ള പൊരിഞ്ഞ അടി. ആ അടിയിൽ സിലിണ്ടർ ഷെർലക്കിന്റെ കയ്യിലാകും. ബ്ലാക്ക്വുഡ് ഒരു കയറിൽ തട്ടി പാലത്തിൽ നിന്നും താഴേക്ക് പോകുമെങ്കിലും ഒരു പലകയിൽ പിടിച്ചു നിൽക്കും. ഷെർലക്ക് പറഞ്ഞു, നിനക്ക് ഒരു ശക്തിയുമില്ല എന്ന് എനിക്കറിയാം. നീ കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലറയുടെ സ്ലാബ് ഉണ്ടാക്കിയിരുന്നത് പുരാതനമായ ഈജിപ്ഷ്യൻ കൂട്ടായ മുട്ടയും തേനും ചേർത്താണ്. അത് പൊട്ടിച്ചു പുറത്തു വരാൻ വളരെ എളുപ്പമാണ്. ആ സ്ലാബ് പൊട്ടിയ കഷണത്തിൽ നിന്നും എനിക്ക് തേനിന്റെ രുചി കിട്ടിയിരുന്നു. നിന്റെ അച്ഛൻ തോമസിനെ കൊന്നതും നീ തന്നെയാണ്. ലൂക്ക് കണ്ടുപിടിച്ച ഒരു മിശ്രിതം വെള്ളവും ചെമ്പുമായി ചേരുമ്പോൾ തളർവാദം വന്നു മരിക്കും. ലൂക്ക് അത് ആദ്യം പരീക്ഷിച്ചത് കുറച്ച് തവളകളിലായിരുന്നു. ഞാൻ അവന്റെ വീട് പരിശോധിച്ചപ്പോൾ അത് കണ്ടിരുന്നു. നീ അതേ മിശ്രിതം തന്നെയാണ് അമേരിക്കൻ അംബാസഡറെ കൊല്ലാൻ മഴയായി പെയ്ച്ചത്. ആജാനുബാഹുവിനെ ഉപയോഗിച്ച് തോക്ക് മാറ്റി ലൂക്ക് ഡിസൈൻ ചെയ്ത ട്രിഗർ വലിച്ചാൽ തീപ്പൊരി പാറുന്ന പുതിയ തോക്ക് ആ സ്ഥാനത്ത് വെച്ചു. ഇതൊന്നും അറിയാതെ ആ തോക്കുമായി മീറ്റിംഗിനായിട്ട് കടന്നുവന്ന അമേരിക്കൻ അംബാസഡർ നീ പ്രതീക്ഷിച്ചത് മാതിരി തന്നെ നിന്നെ എതിർത്തു. അയാൾ തോക്കെടുത്ത് ട്രിഗർ വലിച്ചു. തീ പടർന്ന് അയാൾ മരിച്ചു. പിന്നെ പരാജയപ്പെട്ടുപോയ നിന്റെ ഈ പ്ലാൻ ലൂക്കിന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ സൈനൈഡും പന്നികളെയും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു കെമിക്കൽ യന്ത്രത്തിന്റെ
സഹായത്തോടെ വെന്റിലേഷൻ വഴി പാർലമെന്റ് ഹാളിലേക്ക് എത്തിച്ച് അവിടെയുള്ള എല്ലാ മെമ്പേഴ്സും മരിച്ചു വീഴുമ്പോൾ നീയും നിന്റെ അനുയായികളും മാത്രം രക്ഷപ്പെടും. കാരണം അവർ പോലും അറിയാതെ അമേരിക്കൻ അംബാസിഡറെ കൊന്നതിന്റെ അന്ന് അവർക്ക് കുടിക്കാൻ കൊടുത്ത വൈനിൽ ഇതിന്റെ ആന്റിഡോട്ട് ചേർത്തിരുന്നു. അതിനാൽ നീയും നിന്റെ സിംബന്ധികളും മാത്രം രക്ഷപ്പെടും. ഇതൊന്നും മറിഞ്ഞൂടാത്ത നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ സിംബന്ധികൾ കരുതും ഇതെല്ലാം നിന്റെ മന്ത്രശക്തിയുടെ കഴിവാണെന്ന്. പക്ഷേ എല്ലാം പാഴായിപ്പോയി. ഷെർലക് ഇത് പറഞ്ഞു നിർത്തിയ ഉടനെ ബ്ലാക്ക്വുഡ് പലകയിൽ നിന്നും താഴേക്ക് വീണ് ചങ്ങലയിൽ കുടുങ്ങി മരിക്കും. ഷെർലക് അവിടെ നിന്നും താഴേക്കിറങ്ങി. ഐറിനെ ബ്ലാക്ക്വുഡ് തള്ളിയിട്ടു എങ്കിലും അവൾ വന്ന് വീണത് താഴെയുള്ള പലകയിലേക്കായിരുന്നു. ബോധമറ്റ് കിടന്ന ഐറിനെ ഷെർലക് വിളിച്ചുണർത്തി. ഐറിൻ പറഞ്ഞു, എന്നെ ഈ പണി ഏൽപ്പിച്ചത് മോറിയാർട്ടിയാണ്. അയാൾ ഒരു പ്രൊഫസറാണ്. അയാളുടെ കഴിവുകളെ നീ കുറച്ചു കാണരുത്. നിന്നെപ്പോലെ തന്നെ അതിബുദ്ധിമാനാണ് അയാളും, പിന്നെ കൊടും ക്രൂരനും. ഐറിനെ ചേർത്ത് നിർത്തി ഒരു ഉമ്മയും കൊടുത്ത് ഷെർലക് അവിടെ നിന്ന് പോകും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വാട്സനും മേരിയും ഷെർലക്കിന്റെ റൂമിലെത്തും. അവർ നോക്കിയപ്പോൾ ഷെർലക് തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കുന്നു. വാട്സൺ മേരിയോട് പറഞ്ഞു, പേടിക്കണ്ട, അവൻ ഒരിക്കലും തൂങ്ങി മരിക്കില്ല. വാട്സൺ ഷെർലക്കിനോട് ചോദിച്ചു, നിന്റെ അഭിനയം മതി, എന്താണ് ഇതിന്റെ അർത്ഥം? ഷെർലക് പറഞ്ഞു, ബ്ലാക്ക്വുഡ് എങ്ങനെയാണ് തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. ആരാച്ചാർ ബ്ലാക്ക്വുഡിന്റെ കഴുത്തിലെ കയറിനൊപ്പം ഇടുപ്പിലും ഷോൾഡറിലും കെട്ടിയിരുന്ന ബെൽറ്റിൽ ഒരു ഹൂക്ക് ഉപയോഗിച്ച് ലോക്ക് ചെയ്തു. ആ ആരാച്ചാർ ലിവർ വലിച്ചപ്പോൾ ആ ബെൽറ്റാണ് വെയിറ്റ് പിടിച്ചത്. അത് കാരണം കഴുത്തിൽ കയർ മുറുകിയില്ല. പിന്നെ ലൂക്കിന്റെ മരുന്ന് കഴിച്ചതിന്റെ സഹായത്തോടെ മരിച്ചതുപോലെയുള്ള തളർവാദമുണ്ടായി. ആ മരുന്ന് ടർക്കിയിൽ കുപ്രസിദ്ധമാണ്. ആ മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയെ ഏത് ഡോക്ടർ പരിശോധിച്ചാലും അയാൾക്ക് ജീവനുള്ളതായി തോന്നില്ല. ആ മരുന്നാണ് ഞാൻ ഈ നായക്കുട്ടിയിൽ പരീക്ഷിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ മേരി ആ നായക്കുട്ടിയെ തട്ടി ഉണർത്തു. ഷെർലക്കും വാട്സനും മേരിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വന്നു. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ബ്ലാക്ക്വുഡ് പാർലമെന്റിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന്റെ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാതായി. ഇന്ന് രാവിലെ തുരങ്കത്തിനടുത്തുള്ള അഴുക്കുചാലിൽ നിന്ന് അവിടം വൃത്തിയാക്കാൻ വന്നവർ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശവം കണ്ടെത്തി. അന്ന് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആദ്യം അവിടെ എത്തിയത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അയാൾ തലയ്ക്ക് വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഷെർലക് ചോദിച്ചു, അതൊരു ചെറിയ വെടിയുണ്ടയാണോ? പോലീസുകാരൻ പറഞ്ഞു, അതെ സാർ, മാത്രമല്ല അയാളുടെ പുരികത്തിൽ കത്തിയ വെടിമരുന്നിന്റെ പാടുമുണ്ട്. ഷെർലക് തിരിഞ്ഞ് വാട്സനോട് പറഞ്ഞു, പ്രൊഫസർ മോറിയാർട്ടി, അയാളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നത്. വാട്സൺ പോലീസുകാരനോട് ചോദിച്ചു, ബ്ലാക്ക്വുഡ് ലൂക്കിനെ കൊണ്ടുണ്ടാക്കിയ ആ യന്ത്രം എവിടെയാണ്? പോലീസുകാരൻ പറഞ്ഞു, സീക്രട്ട് സർവീസ് ഏജന്റിന്റെ ഓഫീസിലാണ് ആ യന്ത്രം ഇപ്പോൾ ഉള്ളത്. ഈ കേസ് അവർ ഏറ്റെടുത്തു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഷെർലക് പറഞ്ഞു, എന്റെ അനുമാനങ്ങൾ ശരിയാണെങ്കിൽ ആ യന്ത്രത്തിൽ നിന്നും ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രൊഫസർക്ക് വേണ്ടത് ലൂക്കിന്റെ ആ വയർ ഫ്രീ കണ്ടുപിടുത്തമായിരുന്നു. നമ്മൾ ബ്ലാക്ക്വുഡിന്റെ പിന്നാലെ പോയപ്പോൾ പ്രൊഫസർ ആ യന്ത്രത്തിൽ നിന്നും അത് മോഷ്ടിച്ചു. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കും. ഇതിന്റെ അടുത്ത പാർട്ടുണ്ട്. അതിലാണ് പ്രൊഫസറുടെ വരവ്.